ശ്രീമതി ശാന്തമ്മ, നമ്മൾ ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരമാണ്, സംസ്ഥാന സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴും കേന്ദ്രത്തിനും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. സംയുക്തമായ ഒരു സമരമൊക്കെ നടത്താൻ ഇന്നിപ്പോൾ CITUവിൻ്റെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലായിരുന്നു സമരം. അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടിലാണോ നിങ്ങൾ? ഈ ഇരു സർക്കാരുകൾക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു സംഗതി കൂടിയാണല്ലോ, കേന്ദ്രം കൊണ്ടുവന്ന സ്കീമാണ്. അപ്പോൾ കേന്ദ്രത്തിന് അത്തരത്തിൽ കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യം നിങ്ങൾക്കും ഉണ്ടല്ലോ. ഞങ്ങൾ നമ്മുടെ കേരള സർക്കാരിനെതിരെയല്ല സമരം ചെയ്യുന്നത്. ഞങ്ങൾ സമരം ചെയ്തത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിതമായിട്ടുള്ള സമരമാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് കൊടുത്തെങ്കിൽ മാത്രമല്ലേ അവർ ഞങ്ങൾക്ക് തരും. ഇപ്പം എങ്ങനെയാണ് ഞങ്ങൾക്ക് 3 മാസത്തെ ഓണറേറിയും 3 മാസത്തെ ഇൻസെൻറ്റീവും ഇത്ര പെട്ടെന്ന് തന്നത്? അപ്പോൾ നമ്മുടെ സംസ്ഥാന ഫണ്ടിൽ പണമില്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് എത്രയോ മാസങ്ങൾ ഞങ്ങൾ കാത്തിരുന്നാണ് ഞങ്ങൾക്കൊരു ഇൻസെൻറ്റീവ് കിട്ടുന്നത്, ഒരു ഓണറേറിയം കിട്ടുന്നത്. ഇപ്പം ഈ 18 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഈ 3 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെൻറ്റീവ് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു? അപ്പം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് കരഞ്ഞു വിളിച്ചാലേ ഞങ്ങൾക്ക് തരുള്ളൂ. അതല്ല, ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലിയുടെ പൈസ ഞങ്ങൾക്ക് കിട്ടണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു കാര്യം പറഞ്ഞോട്ടെ, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നാഷണൽ പ്രോഗ്രാമാണ്. ആ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന് ഈ സ്ത്രീകളെ, ഞങ്ങളുടെ ഈ ആശമാരെ ഓരോ സെൻറ്ററിൽ വിളിച്ചിരുത്തുമ്പം എത്രയോ കുട്ടികൾക്കാണ് പൾസ് പോളിയോ, ഞങ്ങൾ പോളിയോ മരുന്ന് വാക്സിൻ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ദിവസം രാവിലെ 7 മണി മുതൽ 5 മണി വരെ ഇരിക്കുന്നതിന് വെറും 75 രൂപയാണ് ഗവൺമെൻറ് തരുന്നത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം 3 ദിവസമാണ് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത്. ഓരോ വീട്ടിലും നടന്ന് മാർക്ക് ചെയ്ത് അവിടെ കുട്ടികൾക്ക് കൊടുത്തോ ഇഴത്തില്ലേ എന്ന് നമ്മൾ തിരക്കിയിട്ട് നമ്മൾ ആ 3 ദിവസത്തെ പൈസയാണ് ഞങ്ങൾക്ക് വെറും 225 രൂപ തരുന്നത്. ഒരു ദിവസം 75 രൂപ വെച്ച്. എന്ത് കഷ്ടമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു ഇമ്മ്യൂണൈസേഷൻ, ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഞങ്ങൾക്ക് 600 രൂപ തരാത്തത് അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഡീവോമിംഗ് ഡേ വരുന്നുണ്ട്, അന്ന് ഞങ്ങൾക്ക് 100 രൂപയാണ് തരുന്നത്. പിന്നെ വരുന്നത് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ഏത് പ്രോഗ്രാം നടത്തിയാലും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞങ്ങളെ വിളിക്കും. ആശമാരെല്ലാം അവിടെ എത്തണം. എവിടെയാണോ ഒരു പ്രോഗ്രാം നടക്കുന്നത്, ഏത് ദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി പിടിച്ച് അവിടെ എത്തിക്കണം. അവിടെ എത്തിയാൽ ഞങ്ങളോട് പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം, നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഡ്യൂട്ടി ഞങ്ങൾ ഇല്ലാതാക്കി തരാം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഈ TA ട്രാവലിംഗ് എക്സ്പെൻസ് വരെ തരാമെന്നും പറഞ്ഞാണ് ഞങ്ങളെ അവിടെ പറഞ്ഞു വിടുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരെ ആ ട്രാവലിംഗ് എക്സ്പെൻസ് ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞങ്ങളെ ഇങ്ങനെ ആളുകളെ കൂട്ടാൻ വേണ്ടി മാത്രം ആശമാർ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്തുമാത്രം ആശമാരുണ്ട്. ഇവരെല്ലാം ഒരിടത്ത് ചെല്ലുമ്പോൾ മന്ത്രിയുടെ ഒരു പരിപാടിക്ക് ഇത്ര ആശമാർ വന്ന്, അല്ല ഇത്ര ജനങ്ങളെ പങ്കെടുപ്പിച്ച്, ഈ പ്രശ്നമാണ് ഞങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത്, ദയവായി ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ പൊരിവെയിലത്തിൽ നിന്ന് ഞങ്ങളെ ഒരു വിമോചനം തരണം. നമ്മുടെ സർക്കാർ അത് ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് ഉള്ള ആനുകൂല്യം തന്ന് ഈ സമരപ്പന്തലിൽ ഞങ്ങളെ പറഞ്ഞു വിട്. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ.